റമലാൻ സീരീസ് ഡേ 20. അപ്പൊ ഇന്നത്തെ സിമ്പിൾ ഇഫ്താർ പ്രിപ്പാണ് തുടങ്ങിയാലോ. അപ്പൊ ഇന്ന് രാവിലെ ഫാദിക്കുട്ടിക്ക് കടി പഴം വാട്ടിയതാണ്. പിന്നെ അതാ അവനക്ക് കൊണ്ടുപോകാനുള്ള ചോറൊക്കെ സെറ്റായി. അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനിതാ വണ്ടി സർവീസ് ചെയ്യാൻ കൊടുക്കാൻ വേണ്ടിട്ട് പോവാണ്. ഒരു ചാവി വണ്ടിയിലുണ്ട് എന്നറിയാതെ അടുത്ത ചാവി എടുത്തു വരുന്ന ഞാൻ എന്താ എന്റെ നോമ്പല്ലേ തലിക്കേറിയതാവും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അങ്ങനെ ഇതാ തിരിച്ചു വന്നപ്പോ സിറ്റ് ഔട്ടിൽ ഇതാ ഒരു തുള്ളി കളിക്കുന്ന കുഞ്ഞിപ്പോഴും അതിന്റെ വഴിക്ക് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മൈൻഡ് ചെയ്തതൊന്നുമില്ല. വന്ന വഴിക്ക് എണ്ണക്കടി കണ്ടപ്പോ 4-5 അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആരാ വാങ്ങിയത് നോക്കണം, ഈ എണ്ണക്കടി കഴിക്കൂല എന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ എന്താ എന്റെ ഒരു കഥ. അപ്പൊ വരുന്ന വഴിക്ക് കുറച്ചധികം ഫ്രൂട്ട് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ വന്നത്. അപ്പൊ കുറച്ച് കറുത്ത മുന്തിരിയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇട്ട് കഴുകിയാൽ അതിലടിച്ചിട്ടുള്ള മരുന്നും കാര്യങ്ങളൊക്കെ പോകുന്നു പറയുന്നത് കേൾക്കാട്ടോ. എന്താവോ ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം പിടി കിട്ടിയിട്ടുണ്ടാവും ഞാൻ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്നും കളർഫുൾ ഇല്ലാത്ത ഒരു ഫ്രൂട്ട് സലാഡ് തന്നെയാണ്. അതായത് നമ്മുടെ റുമാൻ ഉണ്ടെങ്കിൽ ഇതൊന്നും കൂടെ കളർഫുൾ ആവുള്ളൂ. അപ്പൊ നമ്മൾ കയറിയ കടയിൽ അത് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ പിന്നെ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. നമുക്ക് ഫ്രൂട്ട്സ് ആയാൽ മതിയല്ലോ, കളറൊന്നും വേണം. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിലോട്ട് കയറ്റി. നമ്മൾ ഈ ആദ്യമായിട്ട് ആഗ്രഹിച്ചിട്ട് വാങ്ങാന്നൊക്കെ പറയില്ല, അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇന്നെ കിട്ടുള്ളൂ കേട്ടോ. കാരണം കണ്ടോ നല്ല അളിഞ്ഞ് ചീഞ്ഞ പൈനാപ്പിൾ. പുറം കണ്ടു കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു സാധനം ഈ ഭൂലോകത്ത് എവിടെ ഇല്ലാന്ന് തോന്നിട്ടോ. അത്രയും നല്ലതായിരുന്നു. അങ്ങനെ നമ്മൾ പുറം കണ്ടിട്ട് ഉള്ളിൽ കണക്കാക്കാൻ പറ്റൂല, ഇതാണ് പറയുന്നത്. ഇത്ര തന്നെ മനുഷ്യന്റെ കാര്യമുള്ളൂ. പുറം കണ്ടിട്ട് നമ്മൾ അവള് നല്ലതാണ് ഇവന് നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും കാര്യമില്ല. ഉള്ള എന്താന്നുള്ളത് അള്ളാഹ്ക്ക് മാത്രമേ. അങ്ങനെ കേടുന്ന ഭാഗമൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ളതൊക്കെ ചെത്തിക്കുട്ടിയോടെ ഫ്രിഡ്ജിലോട്ട് കയറ്റി. അപ്പൊ ഇന്ന് നമുക്ക് വെള്ളപ്പാണ്. വെള്ളപ്പാടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫ്രൂട്ട്സ് മാത്രം കട്ട് ചെയ്തോണ്ട് നമുക്ക് ഫ്രൂട്ട് സലാഡ് ആവൂല. അങ്ങനെ ഞാൻ പാലിൽ കുറച്ച് സേമിയൊക്കെ ഇങ്ങോട്ട് കുറുക്കിയിട്ട് കുറച്ച് പഞ്ചസാരയും കുറച്ച് കസ്കസൊക്കെ ഇട്ടിട്ട് ഒന്നിങ്ങോട്ട് കളർഫുൾ ആക്കാൻ നോക്കി. പക്ഷെ കളർഫുൾ ആവണില്ല. സേമിയും പായസവും പഞ്ചസാരയും ഒക്കെ നെയ്യിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ടുണ്ടാക്കുകയാണെങ്കിൽ എങ്ങനെ നോക്കിയാലും അതൊരു പായസത്തിന്റെ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ കസ്റ്റാർഡ് പൗഡറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാണ് ഈ ഒരു മഞ്ഞ. പക്ഷെ ഇത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതിലേറെ ടേസ്റ്റ് കിട്ടും. ശരിക്കും ഒറിജിനലിനെ വെല്ലുന്ന ടേസ്റ്റ് എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഇതൊക്കെ ഉണ്ടാക്കുക ഫ്രിഡ്ജ് കയറ്റ് തന്നെയാണ് ഇപ്പൊ എന്റെ പണി. കാരണം നമ്മുടെ നോമ്പ് ഇറക്കുന്ന ടൈമിൽ നല്ല തണുത്ത സാധനങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിൽ എന്റെ അമ്മോ സ്വർഗ്ഗാണ്. ഈ നോമ്പിന് ഒരൊറ്റ ഗ്ലാസ് നാരങ്ങളും കുടിക്കൂല എന്ന് ശബ്ദം ചെയ്തിരുന്ന ഞാനിപ്പോ ഡെയിലി നാരങ്ങളാണ് കേട്ടോ കുടിക്കാറ്. അങ്ങനെ ബാങ്ക് കൊടുത്തു, വെള്ളം കുടിച്ചു, നാരങ്ങളും കുടിച്ചു, അങ്ങനെ ഓരോന്നായിട്ട് കഴിക്കാൻ കേട്ടോ. ആപ്പിള്, പൈനാപ്പിള്. ഇന്നത്തെ വത്തൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം നല്ല ചോപ്പ് ഉണ്ടായിരുന്നു, നല്ല മധുരം ഉണ്ടായിരുന്നു, നല്ല പൊടി ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. തികഞ്ഞൊരു വത്തക്കയായിരുന്നു. ചില ദിവസം വത്തക്ക കഴിച്ചാൽ ഭയങ്കര സങ്കടം, കാരണം മധുരം ഉണ്ടാവില്ല. അപ്പൊ ഇന്ന് അതിന്റെ സങ്കടമൊക്കെ അങ്ങോട്ട് തീർത്തൊരു വത്തക്കയാണ്. നമ്മുടെ വെള്ളപ്പത്തേക്കുള്ള ചട്ടിനിയും മുട്ട റോസ്റ്റൊക്കെ ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ആദ്യം ചട്നി മാത്രമേ ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ പിന്നെ ഒരു എരിയും പുളിയും ഉപ്പൊക്കെ വേണ്ടേ. അപ്പൊ അതിനായിട്ടാണ് ഈ ഒരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയത്. ഇപ്പൊ അടുത്ത തലേന്ന് പറഞ്ഞാൽ 4 ആള് 3 മുട്ടയാണുള്ളത്. ഇനിയിപ്പോൾ ഇത് വെച്ചിട്ട് എന്ത് കാട്ടുന്ന എനിക്ക് ചെടി നട്ടിട്ട് വേര് വന്നിക്കണോന്ന് നോക്കുന്നത് പോലെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുത്തുക്കണോന്ന് ഇടക്കിടക്ക് ഇത് ഇങ്ങനെ ഇപ്പം നോക്കും. അല്ലെങ്കിലേ ഫ്രിഡ്ജ് എപ്പോഴും അടക്കും തുറക്കും. അത് ഇവിടെ എല്ലാവർക്കും ഒരു പതിവാണ് കേട്ടോ. പിന്നെ ഈ വക ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഫ്രിഡ്ജിന് തീരെ സമാധാനം. 1-2 വട്ടമൊക്കെ തണുത്തുക്കണോ നോക്കിയിട്ട് എനിക്ക് പ്രാന്ത് വന്നിട്ട് ഞാൻ ഫ്രീസറിൽ കയറ്റി വെച്ചിട്ട് പിന്നെ ഞാൻ ചായ അടിക്കാനിരുന്നു. എന്തായാലും സംഭവം തണുത്തിട്ടല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ചായ കുടിച്ചിട്ട് ഒന്ന് സമാധാനപരമായി കഴിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ അതാ ഫൈനലി ഇതിക്ക് നമ്മൾ കുറച്ച് ഐസ്ക്രീം ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇതിൽ മിക്സ് ആയി പോയതുകൊണ്ട് കാണാനിട്ട് അങ്ങനെ ഒരു 10:30 ആയപ്പോഴേക്കും നമ്മുടെ ഫ്രൂട്ട് സലാഡ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് 4 നല്ലപോലെ ഇഷ്ടമായിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു വട്ടം ശരിയായി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും തന്നെയാണ് എന്റെ പരിപാടി, എപ്പോഴും ഉണ്ടാക്കും കേട്ടോ. അപ്പൊ ഇന്നത്തെ റമദാൻ സീരീസ് 20 ഇവിടെ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം.